വിശ്വാസത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങളിൽ എങ്ങനെയാണ് നാം പ്രതികരിക്കാറുള്ളത്? ഇന്നോളമുള്ള നമ്മുടെ പ്രതികരണങ്ങൾ ദൈവത്തെ എത്രമാത്രം പ്രസാദിപ്പിച്ചിട്ടുണ്ട്? ദൈവത്തിന് നമ്മുടെ പേര് മാറ്റേണ്ടി വരുമോ? ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. വിശ്വാസം കാക്കുന്നവർ എന്ന ഈ ബൈബിൾ ക്ലാസ്സിൻ്റെ 60-ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. എബ്രായ ലേഖനം 15-ാം അധ്യായത്തിൽ നിന്നും എടുത്തിരിക്കുന്ന വേദഭാഗങ്ങളാണല്ലോ വിശ്വാസം കാക്കുന്നവർ എന്നുള്ളതായ ഈ ബൈബിൾ ക്ലാസ്സിന് ആധാരമായി നാം എടുത്തിരിക്കുന്നത്. അവിടെ നാം കണ്ടുമുട്ടുന്ന കുറേ അധികം പഴയ നിയമ വിശുദ്ധന്മാരുണ്ട്. അവർക്കെല്ലാവർക്കും തങ്ങളുടെ വിശ്വാസയാത്രയിൽ നിരവധി പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ നേരിടേണ്ടി വന്നു. എങ്കിലും നാം വായിക്കുന്നത് അവരെല്ലാവരും അതിൽ ജയിച്ചു എന്നുള്ളതാണ്. അവരതിലാരും പുറകോട്ട് പോകാനായിട്ട് അവരാരും ഇഷ്ടപ്പെട്ടില്ല. കഷ്ടങ്ങളിലൂടെ, വേദനകളിലൂടെ, ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടും അതെല്ലാം സഹിച്ച് തന്നെ അവർ മുൻപോട്ട് തന്നെ യാത്ര ചെയ്തു. ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ്സിന് ആവശ്യമായ ദൈവകൃപയും പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പും ദൈവം നമുക്ക് നൽകാൻ പോകുന്നതിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം, സ്തോത്രം ചെയ്യാം. അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്നത്തെ പഠനത്തിനാവശ്യമായ തിരുവചനം നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം. ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് 21. വിശ്വാസത്താൽ യാക്കോബ് മരണകാലത്തെങ്കിൽ ജോസഫിൻ്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും തൻ്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ തിരുവചനം പഠിക്കുന്നതിനും അത് മനസ്സിലാക്കുന്നതിനും ഗ്രഹിക്കുന്നതിനുമാണല്ലോ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. കർത്താവേ, അത് നന്നായിട്ട് ഞങ്ങൾക്ക് ഗ്രഹിപ്പിച്ച് തരുവാൻ, ഞങ്ങൾക്ക് പഠിപ്പിച്ച് തരുവാൻ കർത്താവ് ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ ബലപ്പെടുത്തണമേ. സംവിധാനങ്ങളെല്ലാം നിയന്ത്രിച്ചാട്ട് കടന്നു വന്ന എല്ലാവർക്കും വിടുതലും അനുഗ്രഹവും സന്തോഷവുമാക്കി തീർക്കണം. അവിടുത്തെ നാമം ഞങ്ങൾക്കൂടെ മഹത്വമെടുക്കും. യേശുവിൻ നാമത്തിൽ യാചിക്കുന്നു, ദയയോടെ കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് നാം പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം നമ്മുടെ പിതാവായിരുന്ന യാക്കോബിനെ കുറിച്ചാണ്. യാക്കോബിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ നാം ആദ്യമായി കാണുന്ന ഒരു പ്രത്യേക സംഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് ലഭിച്ചതായ വ്യത്യസ്തമായ പേരുകളാണ്. നമ്മുടെ പിതാമഹനായിരുന്ന അബ്രഹാം മുതൽ ഇസഹാക്ക് മുതൽ താഴോട്ട് വരുമ്പോൾ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ യഹോവ എന്നാണ് യഹോവ തന്നെ നാമകരണം ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇവിടെ യാക്കോബിൻ്റെ കാര്യം നോക്കുമ്പോൾ തൻ്റെ പിതാമഹന്മാരായിരുന്ന അബ്രഹാമിനെയും ഇസഹാക്കിനെയും ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ അവരെക്കാൾ വ്യത്യസ്തമായ രീതിയിൽ 2 പേരുകൾ യാക്കോബിന് ലഭിച്ചതായിട്ട് നമുക്ക് കാണാം. ഒന്ന് യാക്കോബ്, 2 ഇസ്രായേൽ. യാക്കോബ് എന്ന പേര് തനിക്ക് ജന്മനാ കിട്ടിയ പേരാണ്. അതിൻ്റെ അർത്ഥം, എല്ലാ പേരിനും അർത്ഥമുണ്ട്. യാക്കോബ് എന്ന പേരിൻ്റെ അർത്ഥം കുതികാൽ പിടിക്കുന്നവൻ അല്ലെങ്കിൽ വഞ്ചകൻ എന്നാണ്. അവർ ഇരട്ടകളായി ജനിക്കുമ്പോൾ ഏശാവിൻ്റെ കുതികാൽ യാക്കോബിൻ്റെ കൈ പിടിച്ചിരുന്നതിനാൽ അവനെ യാക്കോബ് എന്ന് പേരിട്ടതായിട്ട് നാം വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം. ജെനസിസ് 25:26. പിന്നെ അവൻ്റെ സഹോദരൻ പുറത്തു വന്നു, അവൻ്റെ കൈ ഏശാവിൻ്റെ കുതികാൽ പിടിച്ചിരുന്നു, അവന് യാക്കോബ് എന്ന് പേരിട്ടു. അവൾ അവരെ പ്രസവിച്ചപ്പോൾ, അതായത് റബേക്ക അവരെ പ്രസവിച്ചപ്പോൾ ഇസഹാക്കിന് 60 വയസ്സായിരുന്നു. പേരിൻ്റെ ഇതര അർത്ഥം കുതികാൽ പിടിക്കുന്നവൻ അല്ലെങ്കിൽ വഞ്ചകൻ എന്നൊക്കെയാണെങ്കിലും 2 ശിശുക്കൾക്കും
ജന്മാവകാശത്തെക്കുറിച്ചോ കുതികാൽ അല്ലെങ്കിൽ വഞ്ചനയെക്കുറിച്ചോ ഒന്നും അറിയില്ലായിരുന്നുവെന്ന് നാം ഓർക്കണം. എന്നാൽ കുഞ്ഞുങ്ങൾ വളർന്നു വലുതായപ്പോൾ അല്ലെങ്കിൽ പ്രായപൂർത്തിയായപ്പോൾ ആൺമക്കൾ എന്ന നിലയിൽ അവർക്ക് തങ്ങളുടെ കിട്ടേണ്ട അവകാശങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ തൻ്റെ മുത്തശ്ശനായിരുന്ന അബ്രഹാം മരിച്ചപ്പോൾ തൻ്റെ കുടുംബത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ല ബോധ്യം കിട്ടിയിരുന്നിരിക്കണം. വചനത്തിൽ നമുക്കത് കാണുവാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ തന്നെ 25-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള ചില വാക്യങ്ങൾ വായിക്കട്ടെ. ജെനസിസ് 25:5 ഓൺവേഡ്സ്. എന്നാൽ അബ്രഹാം തനിക്കുള്ളതൊക്കെയും ഇസഹാക്കിന് കൊടുത്തു. അബ്രഹാമിനുണ്ടായിരുന്ന വെപ്പാട്ടികളുടെ മക്കൾക്കോ അബ്രഹാം ദാനങ്ങൾ കൊടുത്തു. നോക്കണമേ, ഇവിടെ നമ്മൾ കാണാൻ സാധിക്കുന്നൊരു കാര്യം, അബ്രഹാം തനിക്കുള്ളതൊക്കെയും തൻ്റെ മകനായിരുന്ന വാഗ്ദത്ത സന്തതിയായിരുന്ന അവകാശിയായിരുന്ന ഇസഹാക്കിന് കൊടുത്തു. അബ്രഹാമിനുണ്ടായിരുന്ന വെപ്പാട്ടികളുടെ മക്കൾക്കോ അബ്രഹാം ദാനങ്ങൾ കൊടുത്തു. താൻ ജീവനോടിരിക്കുമ്പോൾ തന്നെ അവരെ തൻ്റെ മകൻ ഇസഹാക്കിൻ്റെ അടുക്കൽ നിന്ന് കിഴക്ക് ദേശത്തേക്ക് അയച്ചു. അബ്രഹാമിൻ്റെ ആയുഷ്കാലം 175 സംവത്സരമായിരുന്നു. അബ്രഹാം വയോധികനും കാലസമ്പൂർണനുമായി നല്ല വാർദ്ധക്യത്തിൽ പ്രാണനെ വിട്ട് മരിച്ചു, തൻ്റെ ജനത്തോട് ചേർന്നു. ഇവിടെ നാം മനസ്സിലാക്കുന്നൊരു കാര്യം, അവകാശപ്പെട്ടവർക്ക് മാത്രമേ അവകാശം ലഭിക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് കുറേ ദാനങ്ങൾ കൊടുത്ത് അവരെ പറഞ്ഞയക്കുന്നതായിട്ട് കാണുന്നു. എന്നാൽ ഹാഗാർ എന്ന് പറയുന്ന സാറയുടെ ദാസി ഇതിൽ നിന്ന് അബ്രഹാമിന് ജനിച്ച മകനായിരുന്നു ഇസ്മായിലിനെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുമ്പോൾ, ഹാഗാറിനെയും പറഞ്ഞയക്കുമ്പോൾ ഒരു തുരുത്തി വെള്ളവും കുറേ അപ്പകഷ്ണങ്ങളും മാത്രം കൊടുത്ത് പറഞ്ഞയച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഈ ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിൽ നാം വായിച്ചതായ ആ ഭാഗത്തെ തുടർന്ന് വായിക്കുമ്പോൾ യാക്കോബ് ഉണ്ടാക്കിയതായ ചുവന്ന പായസത്തിനു വേണ്ടി തൻ്റെ ജന്മാവകാശം വിൽക്കുവാൻ ഏശാവ് തയ്യാറായി എന്ന് നാം കാണുന്നു. നമുക്കൊന്ന് വായിക്കാം. 29-ാമത്തെ വാക്യം, ഉൽപ്പത്തി പുസ്തകം 25-29. ഒരിക്കൽ യാക്കോബ് ഒരു പായസം വെച്ചു. ഏശാവ് വെളിം പ്രദേശത്ത് നിന്ന് വന്നു. അവൻ നന്നാ ക്ഷീണിച്ചിരുന്നു. ഏശാവ് യാക്കോബിനോട്, ആ ചുവന്ന പായസം കുറെ എനിക്ക് തരണം, ഞാൻ നന്നാ ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവന് ഏദോം എന്ന് ചുവന്നവൻ എന്ന് പേരായി. നിന്റെ ജ്യേഷ്ഠാവകാശം ഇന്ന് എനിക്ക് വിൽക്കുക എന്ന് യാക്കോബ് പറഞ്ഞു. അതിന് ഏശാവ്, ഞാൻ മരിക്കേണ്ടി വരുമല്ലോ, ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിന് എന്ന് പറഞ്ഞു. ഇന്ന് എന്നോട് സത്യം ചെയ്യുക എന്ന് യാക്കോബ് പറഞ്ഞു. അങ്ങനെ അവനവനോട് സത്യം ചെയ്തു. തൻ്റെ ജ്യേഷ്ഠാവകാശം യാക്കോബിന് വിറ്റു. യാക്കോബ് ഏശാവിന് അപ്പവും പയറും കൊണ്ടുള്ള പായസവും കൊടുത്തവൻ ഭക്ഷിച്ച് പാനം ചെയ്ത് എഴുന്നേറ്റ് പോയി. ഇങ്ങനെ ഏശാവ് ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു. അപ്പോൾ ആദിജാതൻ എന്ന നിലയിലുള്ള തൻ്റെ അവകാശങ്ങളെ ഏശാവ് വിലമതിച്ചില്ല. അവൻ അതിനെ അലക്ഷ്യമാക്കി കളഞ്ഞു. അതിനുശേഷം നാം കാണുന്നത് തൻ്റെ പിതാവായിരുന്ന ഇസഹാക്ക് ഏശാവിന് നൽകാൻ ആഗ്രഹിച്ചതായ അനുഗ്രഹം. പിതാവാണ് ആഗ്രഹിച്ചത്. താനും തൻ്റെ അമ്മയും കൂടി ആൾമാറാട്ടം നടത്തി പിതാവിൽ നിന്നും വാങ്ങിയതായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. അതിനെക്കുറിച്ചുള്ള വിശദമായ പഠനം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം നടത്തിയിരുന്നല്ലോ. മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്നവരുടെ ജനനം മുതൽ അറിയാമായിരുന്നു. താൻ ഏശാവാണെന്ന് പിതാവിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അമ്മയായിരുന്നു റബേക്ക യാക്കോബിനെ നന്നായി ഒരുക്കി മൂത്ത മകൻ ഏശാവിൻ്റെ വിശേഷ വസ്ത്രം എടുത്ത് അവനെ ധരിപ്പിച്ച്, പിന്നീട് അവൾ കോലാട്ടുകുട്ടികളിലെ തോൾ കൊണ്ടവൻ്റെ കൈകളിൽ രോമമില്ലാത്ത കഴുത്തും പൊതിഞ്ഞു. അങ്ങനെ യാക്കോബിന് ഇസഹാക്കിൽ നിന്ന് അനുഗ്രഹം ലഭിക്കുവാൻ ഇടയായിത്തീർന്നു. അന്ധനായ തൻ്റെ പിതാവിൻ്റെ മൂത്ത മകൻ ഏശാവിന് നൽകാൻ ആഗ്രഹിച്ച അനുഗ്രഹം അതാർക്ക് ലഭിച്ചു? അത് യാക്കോബിനെ ലഭിച്ചു. അതായത് ഇസ്രയേൽ ജനതയുടെ പിതാവാകാനുള്ള ആ അനുഗ്രഹം നൽകുന്നതിനായി തൻ്റെ സഹോദരനായി അവൻ അഭിനയിച്ചു. തൻ്റെ സന്തതിയിലൂടെ ലോകത്തുള്ള എല്ലാ ജനതകളെ അനുഗ്രഹിക്കപ്പെടുമെന്ന അബ്രഹാമിൻ്റെ ഉടമ്പടിയും അവൻ സ്വീകരിച്ചു. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച ഒരു കാര്യം ഇതായിരുന്നു, നാം പലപ്പോഴും അബദ്ധമാണ് ചെയ്യുന്നതെങ്കിലും അത് ദൈവം അതിനെ ശരിയാക്കി തീർക്കും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതത്തിലേക്ക് അത് കൊണ്ടുവരിക. ഇസഹാക്ക് ചെയ്യാൻ തുടങ്ങിയത് അബദ്ധമായിരുന്നു. യേശാവിനല്ല അനുഗ്രഹം വാസ്തവത്തിൽ ലഭിക്കേണ്ടത് യാക്കോബിനായിരുന്നു. അത് ദൈവം തന്നെ വേറൊരു പദ്ധതിയിലൂടെ അത് യാക്കോബിന് തന്നെ ലഭിക്കുന്നതിനായുള്ള എല്ലാ ഇടപാടുകളും ദൈവം തന്നെ അവിടെ ചെയ്യുവാൻ ആളുകളെ നിയോഗിച്ചു എന്നത്രേ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നമുക്ക് യാക്കോബിൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരാം.
യാക്കോബിൻ്റെ വിശ്വാസത്തെക്കുറിച്ചാണ് നാം പരിശോധിക്കുവാനായിട്ട് പോകുന്നത്. ആമേൻ. ഇന്ന് കുറിവാക്യമായി വായിച്ച വേദഭാഗത്തെ ഒരിക്കൽ കൂടി വായിച്ച് മുമ്പോട്ട് പോകാം. എബ്രായ ലേഖനം 11:21. വിശ്വാസത്താൽ യാക്കോബ് മരണകാലത്തെങ്കിൽ യോസഫിൻ്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും തൻ്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു. യാക്കോബിൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെടുത്തി 2 വസ്തുതകളാണ് എബ്രായ ലേഖന കർത്താവ് പരാമർശിച്ചിരിക്കുന്നത്. ഒന്ന്, യാക്കോബ് ജോസഫിൻ്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിച്ചു. ജോസഫിനെ അല്ല, ജോസഫിൻ്റെ മക്കളെ. 2, യാക്കോബ് തൻ്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് ദൈവത്തെ നമസ്കരിച്ചു. എന്ന് വെച്ചാൽ ദൈവത്തെ ആരാധിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് നന്ദി പറഞ്ഞ് താൻ മരിച്ചു. ഈ 2 വസ്തുതകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് യാക്കോബിൻ്റെ ജീവിതത്തെയും ദൈവത്തിലുള്ള അവൻ്റെ വിശ്വാസത്തെയും പൊതുവായി നമുക്കൊന്ന് വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ 2 വസ്തുതകളിലേക്ക് കടക്കാൻ സമയം അനുവദിക്കുന്നത് നമുക്ക് കടക്കാം. അപ്പോൾ യാക്കോബിൻ്റെ ജീവിതത്തെ നാം ആഴമായിട്ട് പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ വളരെ ഗഹനമായി പരിശോധിക്കുമ്പോൾ, അവൻ്റെ ജീവിതം വിശ്വാസത്തിൻ്റെ ഒരു ജീവിതമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ തനിക്ക് ലഭിച്ച 2ാമത്തെ പേര് ഇസ്രായേൽ എന്ന പേര്, ആ പേരാണ് ശരിക്കും തൻ്റെ വിശ്വാസത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. തൻ്റെ പേരിന് അന്വർത്ഥമായത്, അല്ലെങ്കിൽ വിശ്വാസത്തിന് ബന്ധപ്പെട്ട് കിടക്കുന്ന പേര് ഇസ്രായേൽ എന്ന പേരാണ്. യാക്കോബിന് ഇസ്രായേൽ എന്ന പേര് നൽകിയത് മറ്റാരുമല്ല, ദൈവം തന്നെയാണ്. ആ പേരിൻ്റെ അർത്ഥം ദൈവവുമായി മൽപ്പിടുത്തം നടത്തി പോരാടിയവൻ എന്നുള്ള അർത്ഥത്തിലാണ്. ആദ്യത്തെ പേര് കുതികാൽ പിടിക്കുന്നവൻ അല്ലെങ്കിൽ വഞ്ചകൻ എന്നൊക്കെ പറയുന്നെങ്കിലും 2ാമത്തെ പേര് ദൈവവുമായി മൽപ്പിടുത്തം നടത്തിയവൻ എന്നുള്ള, അല്ലെങ്കിൽ പോരാടിയവൻ എന്നുള്ള അർത്ഥത്തിലാണ്. എന്നാൽ തൻ്റെ വിശ്വാസം തെളിയിക്കുവാൻ യാക്കോബിന് നിരവധി അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. യാക്കോബിൻ്റെ വിശ്വാസത്തെ രേഖപ്പെടുത്തുന്ന ധാരാളം സംഭവങ്ങൾ ഉദാഹരണ സഹിതം ഉൽപ്പത്തി പുസ്തകത്തിലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. തൻ്റെ ജീവിതത്തിൽ വലിയ പരീക്ഷകളിലൂടെ യാക്കോബിന് കടന്നു പോകേണ്ടി വന്നു. അവിടെയാണ് തൻ്റെ വിശ്വാസമൊക്കെ തെളിയിക്കപ്പെട്ടത്. പിതാവിനെയും മാതാവിനെയും ജ്യേഷ്ഠനെയും വിട്ട് അവൻ വീട്ടിൽ നിന്നും പോകുന്നത് മുതൽ തുടങ്ങുന്ന ഈ വിശ്വാസ ജീവിതം, അത് പല സംഭവങ്ങളിലേക്കും നീണ്ടു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നാം അബ്രഹാമിനെ കുറിച്ചുള്ള പരാമർശത്തിൽ യാക്കോബിൻ്റെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഒന്ന് വായിച്ച് മുമ്പോട്ട് പോകാം. എബ്രായ ലേഖനം 11:9-10 പണ്ട് നാം നേരത്തെ ചിന്തിച്ചതാണ്. വിശ്വാസത്താൽ അവൻ വാഗ്ദത്തദേശത്ത്, അബ്രഹാം വാഗ്ദത്തദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ, ഇവിടെ കാണുന്നു വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങൾ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. ഇത് യാക്കോബിനെ കുറിച്ചുള്ള ഒരു വിവരണമാണ്. ഇത് കൂടാതെ തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ ധാരാളം കാര്യങ്ങൾ ഉണ്ടെന്ന് വരികിലും ഈ ഗോത്രപിതാവിൻ്റെ വിശ്വാസത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി മാറ്റിയ 2 കാരണങ്ങൾ, 2 വസ്തുതകൾ മാത്രമാണ് ദൈവത്തെ പ്രസാദിപ്പിച്ചിരിക്കുന്ന വിഷയങ്ങളായി പിൽക്കാലങ്ങളിൽ നാം വായിച്ച കുറിവാക്യത്തിൽ പരിശുദ്ധാത്മ പ്രേരിതനായി എബ്രായ ലേഖന കർത്താവ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ആമേൻ. അതാണ് നമ്മൾ വായിച്ചത്, ഈ 2 കാര്യങ്ങൾ. ഒന്ന്, യാക്കോബ് യോസഫിൻ്റെ മക്കളെ അനുഗ്രഹിച്ചു. 2, യാക്കോബ് തൻ്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് ദൈവത്തെ നമസ്കരിച്ചു എന്നുള്ള 2 കാര്യങ്ങൾ. ആമേൻ. അപ്പോൾ ഈ കാര്യങ്ങളല്ലാതെ തന്നെ, അബ്രഹാമിനെ കുറിച്ചുള്ള വിവരണത്തിൽ നമ്മൾ വായിച്ച കാര്യങ്ങളല്ലാതെ തന്നെ യാക്കോബിൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളിലൂടെ തൻ്റെ വിശ്വാസം തെളിയിക്കപ്പെടുവാൻ ഇടയായി. തൻ്റെ വിശ്വാസ ജീവിതയാത്ര ആരംഭിക്കുന്നത് തന്നെ താൻ സ്വന്തം വീട് വിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു സംഭവത്തോടു കൂടിയാണ്, ഒരു യാത്രയോടു കൂടിയാണ് എന്ന് നാം മുമ്പേ കണ്ടല്ലോ. തൻ്റെ അനുഗ്രഹം തട്ടിപ്പറിച്ചു എന്ന് മനസ്സിലായപ്പോൾ ഏശാവ് യാക്കോബിനെ കൊന്ന് പക വീട്ടുവാൻ ആരംഭിച്ചു, അല്ലെങ്കിൽ ആഗ്രഹിച്ചു. ഇതറിഞ്ഞ അമ്മയായ റബേക്ക യാക്കോബിനെ ഹാരാനിലുള്ള തൻ്റെ അമ്മാവനായ, അല്ലെങ്കിൽ റബേക്കയുടെ സഹോദരനായ
ലാബാൻ്റെ അടുക്കിലേക്ക് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ യാക്കോബ് ബേർഷെബയിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി. ഇവിടെയാണ് തൻ്റെ വിശ്വാസ യാത്ര ആരംഭിക്കുന്നത്. എന്നാൽ ഇതൊന്നും ഇബ്രായ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് കൂടി നാം മനസ്സിലാക്കണം. ഉൽപ്പത്തി പുസ്തകം 28 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 11-ാമത്തെ വാക്യം, ജെനസിസ് 28:11. അവൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ പാർത്തു. അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലയണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. അവനൊരു സ്വപ്നം കണ്ടു. ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി, അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ അതിൽ കൂടി കയറുകയും ഇറങ്ങിയുമായിരുന്നു. അതിൻ്റെ മീതെ നിന്ന് യഹോവ അരുളി ചെയ്തു, ഞാൻ നിൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവുമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും തരും. നിൻ്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നീ മുഖാന്തരവും നിൻ്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇതാ ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. ഇതാണ് ജാക്കോബിൻ്റെ ഫസ്റ്റ് എൻകൗണ്ടർ വിത്ത് ഗോഡ് എന്ന് പറയാൻ. ആദ്യമായിട്ട് ദൈവത്തെ കണ്ടുമുട്ടുന്ന ഒരു അനുഭവം. അത് ഒരു ദർശനത്തിലാണ്, സ്വപ്നത്തിലാണ്. 16-ാം വാക്യം നമ്മൾ വായിക്കുന്നത്, അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു. യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം ഞാനോ അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അവൻ ഭയപ്പെട്ടു. ഈ സ്ഥലം എത്ര ഭയങ്കരം! ഇത് ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല. ഇത് സ്വർഗത്തിൻ്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു. യാക്കോബ് അധികാലത്ത് എഴുന്നേറ്റ് തലയണയായി വെച്ചിരുന്ന കല്ല് എടുത്ത് തൂണായി നിർത്തി അതിന്മേൽ എണ്ണ ഒഴിച്ചു. അവൻ ആ സ്ഥലത്തിന് ബേഥേൽ എന്ന് പേർ വിളിച്ചു. ആദ്യം ആ പട്ടണത്തിന് ലൂസ് എന്ന് പേരായിരുന്നു. യാക്കോബ് ഒരു നേർച്ച നേർന്നു. ഇവിടെയാണ് യാക്കോബിൻ്റെ ആദ്യത്തെ പ്രതികരണം നമ്മൾ കാണുന്നത്. ആമേൻ. താൻ വീട് വിട്ട് ഇറങ്ങിപ്പോകുകയാണ്. ഭാവിയെക്കുറിച്ച് തനിക്ക് ഒരു ആശയമില്ല, ഒരു പ്രതീക്ഷയുമില്ല, ഒരു ഉറപ്പുമില്ല. എന്ത് സംഭവിക്കും, എങ്ങനെയായിത്തീരും കാര്യങ്ങൾ, ഒന്നും ഒരു പിടിയുമില്ല. എന്ന് തിരിച്ചു വരാൻ കഴിയും, ഒന്നും അറിയത്തില്ല. ഒരു അനിശ്ചിതത്വത്തിലേക്ക് വീട് വിട്ടിറങ്ങിപ്പോകുന്ന ഒരു ചെറുപ്പക്കാരൻ. അമ്മയുടെ കൂടെ നിന്ന് അമ്മ പറഞ്ഞതനുസരിച്ച് ചില കാര്യങ്ങൾക്ക് താൻ മുൻപോട്ട് ചുവട് വെച്ചു എന്നുള്ളതല്ലാതെ മനഃപൂർവ്വമായിട്ട് യാക്കോബ് ഒന്നും ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ അതിൻ്റെ പശ്ചാത്തലത്തിൽ എന്നേക്കുമായി ജനിച്ചു വളർന്ന വീടും ചുറ്റുപാടുകളും വിട്ട് ദൂരദേശത്തേക്ക് ഇനി എന്ന് തിരിച്ചു വരാൻ കഴിയും എന്നുപോലും അറിയാത്ത ഒരു പ്രദേശത്തേക്ക്, അനിശ്ചിതത്വത്തിൻ്റെ നടുവിലേക്ക് ആമേൻ ഒരു പ്രതീക്ഷയില്ലാതെ ഇറങ്ങിപ്പോകുന്ന ഒരു ചെറുപ്പക്കാരൻ. തൻ്റെ മനസ്സിൽ കൂടി കടന്നു പോകുന്ന അതിലെ ചിന്തകളെ അറിയുന്ന ദൈവം. ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നാം ഏത് രീതിയിൽ ചിന്തിക്കുന്നു, നാം ഏത് രീതിയിൽ കാര്യങ്ങളെ മനസ്സിലാക്കുന്നു, മുമ്പോട്ട് ഭാവിയെ ഓർത്ത് നമ്മൾ എത്രമാത്രം ഉത്കണ്ഠാകുലരാണ്, എത്രമാത്രം ആശങ്കാകുലരാണ് എന്നൊക്കെ ദൈവം അറിയുന്നു. നമ്മുടെ ഹൃദയത്തിനകത്തെ ചിന്തകളെ നന്നായി അറിയുന്ന ദൈവം, നമ്മുടെ ഹൃദയത്തിനകത്തെ വേദനകളെ നന്നായി അറിയുന്ന ദൈവം, നാം പോകുന്ന വഴിയിൽ, നാം പോകുന്ന യാത്രയിൽ നമുക്ക് പ്രത്യക്ഷപ്പെടുന്ന ദൈവമാണ്, നമ്മോട് സംസാരിക്കുന്ന ദൈവമാണ്. നാം ഒരുപക്ഷെ ആഗ്രഹിച്ചില്ലെങ്കിലും, നാം ഒരുപക്ഷെ വിചാരിച്ചില്ലെങ്കിലും, അപ്രതീക്ഷിതമായ ആണെന്ന് നാം പലപ്പോഴും വിചാരിച്ചാൽ തന്നെയും അവിടെ ദൈവം നമുക്ക് പ്രത്യക്ഷപ്പെടുകയും നമ്മോട് ഇടപെടുകയും നമ്മോട് സംസാരിക്കുകയും നമുക്ക് ചില വസ്തുതകളിൽ, ചില കാര്യങ്ങളിൽ ഉറപ്പ് നൽകുകയും ചെയ്യുന്ന ദൈവമാണെന്നാണ് ഈ വാക്യങ്ങളിലൂടെ നാം കാണുന്നത്. സ്തോത്രം. 20-ാം വാക്യം നമുക്ക് വായിക്കാം. യാക്കോബ് ഒരു നേർച്ച നേർന്നു. എന്നിട്ട് യാക്കോബ് ഇങ്ങനെ പറയുന്നു, ദൈവം എന്നോടുകൂടി ഇരിക്കുകയും ഞാൻ പോകുന്ന യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിൻ്റെ ആലയവും ആകും. നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും എന്ന് പറഞ്ഞു. ഒരു കമ്മിറ്റ്മെൻറ്റ്. ഹി ഈസ് മേക്കിംഗ് എ കമ്മിറ്റ്മെൻറ്റ് ബിഫോർ ഗോഡ്. ഒരു ഉടമ്പടി ദൈവത്തോട് ചെയ്യുക. സ്വപ്നത്തിലൂടെ ദൈവം അവനോട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നു. അവൻ്റെ ഹൃദയത്തിൻ്റെ നിലവാരം അറിഞ്ഞ്, അവൻ്റെ മനസ്സിൻ്റെ ആ പ്രത്യേക നിലവാരം അറിഞ്ഞ്, അവൻ്റെ വേദന അറിഞ്ഞ്, അവൻ്റെ ഭാവിയെക്കുറിച്ചുള്ള അവൻ്റെ ഉത്കണ്ഠകൾ അറിഞ്ഞ് അവനോട് സംസാരിക്കുന്ന ദൈവത്തോട് യാക്കോബ് ഉടനടി ദൈവസന്നിധിയിൽ ഒരു നേർച്ച നേരുകയാണ്, ഒരു ഉടമ്പടി ചെയ്യുകയാണ്. സ്വതന്ത്രം. ഹി ഈസ് മേക്കിംഗ് എ കമ്മിറ്റ്മെൻറ്റ് ബിഫോർ ഗോഡ്. ആമേൻ. ഹല്ലേലൂയ. ദിസ് വാസ് ദി ഫസ്റ്റ് റെസ്പോൺസ്
ഫ്രം യാക്കോബിൻ്റെ ആദ്യത്തെ പ്രതികരണമാണ്. താൻ പോകുന്ന യാത്രയിൽ തനിക്ക് പ്രത്യക്ഷപ്പെട്ട, തന്നോട് സംസാരിച്ച, തനിക്ക് ഹോപ്പ് തന്ന, അല്ലെങ്കിൽ തനിക്ക് മുമ്പോട്ട് ജീവിതത്തിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് തന്നോട് പറഞ്ഞ, തന്നോട് ഇടപെട്ടതായ ദൈവത്തിന് ദൈവമുമ്പാകെ ഒരു പ്രതിഷ്ഠ നടത്തുകയാണ്, ദൈവമുമ്പാകെ ഒരു കമ്മിറ്റ്മെൻറ്റ് ചെയ്യുകയാണ്, ദൈവമുമ്പാകെ ഒരു ഉടമ്പടി, ഒരു നേർച്ച നേരുകയാണ്. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ ജീവിതയാത്രയിൽ അങ്ങോളം ഇങ്ങോളം ഏതെല്ലാം നിലകളിൽ ദൈവം നമ്മോട് സംസാരിച്ചിട്ടുണ്ട്, ദൈവം നമ്മോട് ഇടപെട്ടിട്ടുണ്ട്. ആ വേളകളിലൊക്കെ നമ്മുടെ പ്രതികരണങ്ങൾ ദൈവത്തോട് എങ്ങനെയായിരുന്നു? നമ്മുടെ വിശ്വാസത്തിൻ്റെ ജീവിതയാത്രയുടെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നമ്മുടെ വിവിധ രീതികളിൽ ഇടപെടുന്ന ദൈവത്തെയല്ലേ നാം കാണുന്നത്? എന്നാൽ ആ ദൈവം അങ്ങനെയൊക്കെ ഇടപെടുമ്പോഴെല്ലാം നമ്മുടെ പ്രതികരണം, വാട്ട് വുഡ് ബി അവർ റെസ്പോൺസ്, ഏത് രീതിയിലാണ് നമ്മൾ പ്രതികരിച്ചിട്ടുള്ളത്? ഹല്ലേലൂയ. ഇവിടെ യാക്കോബിനെ നാം കാണുന്നത്, അങ്ങനെ യാക്കോബ് ഹാരാനിൽ എത്തിച്ചേരുകയാണ്. അങ്ങനെ ഹാരാനിൽ എത്തിച്ചേർന്ന യാക്കോബ് അവിടെ താമസം ആരംഭിക്കുകയും ലാബാൻ്റെ ഇളയ മകളായിരുന്ന റാഹേലിനെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവളെ വിവാഹം കഴിക്കുവാൻ ലാബാൻ ഒരു നിബന്ധന യാക്കോബിൻ്റെ മുമ്പിൽ വെച്ചു. നീ എന്നെ 7 വർഷം സേവിക്കാമെങ്കിൽ ഞാൻ നിനക്ക് റാഹേലിനെ തരാം എന്ന് പറഞ്ഞു. അങ്ങനെ റാഹേലിന് വിവാഹം കഴിക്കുവാനായിട്ട് 7 വർഷം യാക്കോബിന് ലാബാനെ സേവിക്കേണ്ടി വന്നു. ആ 7 വർഷം കഴിഞ്ഞപ്പോൾ റാഹേലിന് വിവാഹം കഴിച്ചു കൊടുക്കേണ്ട സമയമായപ്പോൾ റാഹേലിന് പകരം ലേയയാണ് ലാബാൻ കൊടുത്തത്. അത് യാക്കോബിന് വളരെ അനിഷ്ടമായി, വേദനയായി, പ്രയാസപ്പെട്ട. പക്ഷെ തനിക്കൊന്നും ചെയ്യാനായിട്ട് സാധ്യമല്ല. കാരണം തനിക്ക് തിരികെ തൻ്റെ വീട്ടിലേക്ക് പോകാൻ സാധ്യമല്ല. തൻ്റെ മുമ്പിൽ പല കാര്യങ്ങളുണ്ട്. തനിക്ക് ഇതൊക്കെ സഹിച്ചേ പറ്റുകയുള്ളൂ, സഹിച്ച് നിന്നേ പറ്റുകയുള്ളൂ എന്ന് യാക്കോബിന് അറിയാമായിരുന്നു. യാക്കോബിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു വല്ലാത്ത പ്രതിസന്ധി, ആമേൻ, ഒരു വല്ലാത്ത പരീക്ഷണഘട്ടമായിരുന്നു അത്. യാക്കോബ് അതിന് സമ്മതിക്കുകയാണ്. പിന്നെ അടുത്ത 7 വർഷം കൂടി റാഹേലിനെ കിട്ടുവാനായിട്ട് യാക്കോബ് ലാബാനെ സേവിക്കുന്നു. അവിടെ പ്രത്യേക കാര്യം ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വർഷങ്ങൾ 14 വർഷം അത് പെട്ടെന്ന് കടന്നു പോയതായിട്ട് അവന് തോന്നി. കാരണം അത്രമാത്രം അവൻ റാഹേലിനെ സ്നേഹിച്ചു. അപ്പോൾ അങ്ങനെ സമയമായപ്പോൾ പിന്നെയും 7 വർഷം മൊത്തം 14 വർഷം കഴിഞ്ഞപ്പോൾ റാഹേലിനെ കല്യാണം കഴിച്ചു. അങ്ങനെ 2 ഭാര്യമാർ തനിക്കുണ്ടാകുന്നു. എന്നാൽ പിന്നീട് ഏകദേശം 6 വർഷങ്ങൾ കൂടി അവിടെ യാക്കോബിന് കഴിയേണ്ടി വരുന്നു. അവസാനം യാക്കോബ് ഏകദേശം 20 വർഷങ്ങൾക്ക് ശേഷം മഹാസമ്പന്നനായിട്ട് ഹാരാൻ ദേശം വിട്ട് സ്വന്തം ദേശത്തേക്ക് മടങ്ങുന്നതായിട്ടാണ് നാം ആ കഥയിൽ കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 43-ാം വാക്യം ഞാൻ വായിക്കാം. 43 വേഴ്സ്. അവൻ മഹാസമ്പന്നനായി, അവന് വളരെ ആടുകളും ദാസിദാസന്മാരും ഒട്ടകങ്ങളും കഴുതകളും ഉണ്ടാകുകയും ചെയ്തു. എന്നാൽ നാം ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് യാക്കോബിൻ്റെ കഥയുടെ ക്ലൈമാക്സ് കാണുന്നത്. അവിടെയാണ് അതിൻ്റെ ഏറ്റവും ഉന്നതമായ ഒരു അനുഭവം കാണുന്നത്. അവിടെ യാക്കോബിൻ്റെ ജീവിതത്തിലുണ്ടായൊരു ട്വിസ്റ്റ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു വഴിത്തിരിവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ കഥയിൽ നാം ആദ്യം കാണുന്നത് 32-ാം അധ്യായത്തിൽ യാക്കോബ് യാത്ര ചെയ്ത് വരുമ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാർ അവനെതിരെ വന്നു എന്നുള്ളതാണ്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യം, 20 വർഷങ്ങൾക്ക് മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ സമയത്ത് ഒരു പ്രതീക്ഷയുമില്ലാതെ അനിശ്ചിതത്വത്തിലേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ട് ഉത്കണ്ഠാകുലനായി ഭയചകിതനായി ഇറങ്ങിപ്പോയ യാക്കോബിൻ്റെ മുമ്പിലും ദൂതന്മാരല്ല അവരെ മുമ്പിൽ വന്നില്ല, പക്ഷേ അവിടെ സ്വപ്നത്തിൽ ദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നതായിട്ടും പിന്നീട് ദൈവം അവനോട് സംസാരിക്കുന്നതായിട്ടും ഒക്കെ അവന് കേൾക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. നൗ അഗെയിൻ ആഫ്റ്റർ 20 years, 20 വർഷങ്ങൾക്ക് ശേഷം മഹാസമ്പന്നനായി ധാരാളം മൃഗങ്ങളും സമ്പത്തും ദാസിദാസന്മാരും ഭാര്യമാരും മക്കളുമായിട്ട് കടന്നു വരുന്ന യാക്കോബിനെതിരെ ദൈവത്തിൻ്റെ സേന കടന്നു വരുന്നതായിട്ട് കാണുന്നു. 32-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. യാക്കോബ് അപ്പോൾ ഈ ദൈവത്തിൻ്റെ ദൂതന്മാരെതിരെ വരുന്ന കണ്ടു. അപ്പോൾ യാക്കോബ് അവരെ കണ്ടപ്പോൾ ഇത് ദൈവത്തിൻ്റെ സേന എന്ന് പറഞ്ഞു. ആ സ്ഥലത്തിന്
മഹനയും എന്ന് പേരിട്ടു. അത് കഴിഞ്ഞ് തൻ്റെ സഹോദരനായ ഏശാവിനെ എതിരേൽപ്പാൻ യാക്കോബ് അയച്ച ദൂതന്മാർ യാക്കോബിൻ്റെ അടുത്ത് മടങ്ങി വന്ന് ഇപ്രകാരം പറഞ്ഞു: ഞങ്ങൾ നിൻ്റെ സഹോദരനായ ഏശാവിൻ്റെ അടുക്കൽ പോയി അവൻ 400 ആളുകളുമായി നിന്നെ എതിരേൽപ്പാൻ വരുന്നു എന്ന് പറഞ്ഞു. ഇതിനകത്തിൽ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയപ്പെടേണ്ട ഒന്നും തന്നെ ഇല്ലയെന്ന് തോന്നുമെങ്കിലും യാക്കോബിൻ്റെ ഉള്ളിൽ പണ്ടത്തെ ആ ഭയം ഒളിഞ്ഞു കിടപ്പുണ്ട്. പണ്ട് താൻ അമ്മയുടെ കൂടെ നിന്ന് ഏശാവിനോട് ചെയ്ത ആ കാര്യം, അതുകൊണ്ടാണല്ലോ തനിക്ക് വീട് വിട്ട് ഇറങ്ങിപ്പോകേണ്ടി വന്നത്. ആ ഭയം പിന്നെയും അവിടെ തലപൊക്കുവാൻ ഇടയായിത്തീർന്നു. എന്നാൽ യാക്കോബ് അവിടെ ഒരു കാര്യം മറന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങോട്ടുള്ള യാത്രയിൽ ദൈവം അവനോട് പറഞ്ഞെന്താണ്? നിന്റെ ഈ യാത്രയിൽ മാത്രമല്ല, തിരിച്ച് നിന്നെ മടക്കി സൗഖ്യത്തോടെ സന്തോഷത്തോടെ ഇവിടെ മടക്കി കൊണ്ടുവരും, നിന്നിൽ കൂടി അനുഗ്രഹം അനേകർക്കുണ്ടാകും എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഈ മടങ്ങി വരുന്ന യാത്രയിലും ദൈവത്തിൻ്റെ സേന അവനെ എതിരേൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ യാക്കോബ് ഏശാവ് 400 ആളുകളുമായി തന്നെ എതിരേൽക്കാൻ വരുന്നു എന്നുള്ളതായ ചിന്തയിൽ തന്നോട് ദൈവം പറഞ്ഞ കാര്യങ്ങളും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ കൂടെ ഉണ്ടോ എന്നുള്ള വിഷയങ്ങളൊക്കെ മറന്നുപോയി. പ്രിയമുള്ളവരെ, നമ്മളും പലപ്പോഴും അങ്ങനെയല്ലേ? നമുക്ക് എന്തെല്ലാം വാഗ്ദത്തങ്ങൾ ദൈവം തന്നുവെന്ന് പറഞ്ഞാലും, ഏതെല്ലാം ഉറപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നുവെന്ന് വന്നാലും, ആ ഉറപ്പിനെ എടുത്തു കാണിക്കുന്ന പല സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഇന്നും ഇന്നലെയും നാളെയും ഒക്കെയായിട്ട് നടന്നു എന്ന് പറഞ്ഞാൽ തന്നെയും നാം പിന്നെയും പണ്ടത്തെ ആ ഭയം, പണ്ടത്തെ സംശയം, പണ്ടത്തെ ആ ഉറപ്പില്ലായ്മ, അതിൻ്റെ പേരിൽ നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം നഷ്ടപ്പെടുത്തി പ്രത്യാശയില്ലാത്തവരായിട്ട് പോകുന്നതായിട്ട് കാണുന്നില്ലേ? ഇവിടെ യാക്കോബിന് അത് തന്നെയാണ് സംഭവിച്ചത്. തന്മല്ലാതെ ഭയചകിതനാകുകയാണ്. 7-ാം വാക്യം വായിക്കുന്നു. 32 അധ്യായത്തിൻ്റെ 7-ാം വാക്യം, ഉൽപ്പത്തി പുസ്തകം. അപ്പോൾ യാക്കോബ് ഏറ്റവും ഭ്രമിച്ചു, ഭയപരവശനായി. തന്നോട് കൂടെ ഉണ്ടായിരുന്ന ജനത്തെയും ആടുകളെയും കന്നുകാലികളെയും ഒട്ടകങ്ങളെയും 2 കൂട്ടമായി വിഭാഗിച്ചു. ഏശാവ് ഒരു കൂട്ടത്തിന് നേരെ വന്ന് അതിനെ നശിപ്പിച്ചാൽ മറ്റേ കൂട്ടത്തിന് ഓടിപ്പോകാമല്ലോ എന്ന് പറഞ്ഞു. വളരെ ഭയത്തോടെയും ഉത്കണ്ഠയോടെയും ആയിരിക്കുന്ന യാക്കോബ് ഇവിടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. സ്തോത്രം. അതാ ഞാൻ പല പ്രതികരണങ്ങളെന്ന് പറഞ്ഞത്. സ്തോത്രം. ജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ, വിശ്വാസത്തിൻ്റെ ജീവിതയാത്രയിൽ നമുക്ക് പല സംഭവങ്ങളിൽ നമുക്ക് പല രീതിയിൽ പ്രതികരിക്കേണ്ടതായിട്ട് വരും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ യാക്കോബ് തനിക്ക് സഹായം മറ്റൊരിടത്തു നിന്ന് ലഭിക്കാനായിട്ട് കഴിയത്തില്ല എന്ന് മനസ്സിലാക്കി. ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചല്ലാതെ ഒരു രക്ഷയില്ലെന്ന് യാക്കോബിന് മനസ്സിലായി. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ നാം വളരെ മിടുക്കരായിരിക്കാം, വിദ്യാസമ്പന്നരായിരിക്കാം, നല്ല സ്ഥാനമാനങ്ങളുള്ളവരായിരിക്കാം, പദവിയുള്ളവരായിരിക്കാം, നല്ല കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ നല്ല അറിവോടും നല്ല എല്ലാം നന്നായിട്ട് ചെയ്യാൻ പരിചിതരും അഭ്യസ്ത വിദ്യരും ഒക്കെ ആയിരിക്കാം. ഒക്കെ ശരിയാണ്, സമ്മതിച്ചു. നാം മിടുക്കരായിരിക്കാം, സ്മാർട്ടായിരിക്കാം, ഒത്തിരി സ്കിൽഡ് ആയിരിക്കാം, പരിചയസമ്പത്തുണ്ടായിരിക്കാം. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ, പ്രത്യേക സന്ദർഭങ്ങളിൽ സാഹചര്യങ്ങളോട് പ്രതികരിക്കുവാൻ, അല്ലെങ്കിൽ സമ്മർദ്ദങ്ങളെ അതിജീവിക്കുവാൻ, അല്ലെങ്കിൽ മുമ്പിൽ വരുന്ന വെല്ലുവിളികളെ സധൈര്യം നേരിടുവാൻ, പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തിൻ്റെ സഹായം കൂടിയേ തീരൂ. സ്വന്തം കഴിവ് കൊണ്ടോ സ്വന്തം സാമർഥ്യം കൊണ്ടോ ഒന്നിനെയും ജയിക്കാമെന്ന് വിചാരിക്കേണ്ട, അത് അബദ്ധമാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ യാക്കോബ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. 9-ാമത്തെ വാക്യം. പിന്നെ യാക്കോബ് പ്രാർത്ഥിച്ചു, എൻ്റെ പിതാവ് അബ്രഹാമിൻ്റെ ദൈവവും എൻ്റെ പിതാവ് ഇസ്ഹാക്കിൻ്റെ ദൈവവുമായുള്ളവയെ, നിന്റെ ദേശത്തേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുക്കിലേക്കും മടങ്ങിപ്പോകാൻ ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് എന്നോട് അരുളിച്ചെയ്ത യഹോവേ, അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ. ഒരു വടിയോടുകൂടെ മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്നത്, ഇപ്പോഴോ ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു. എൻ്റെ സഹോദരൻ ഏശാവിൻ്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. പക്ഷേ അവൻ വന്ന് എന്നെയും മക്കളോടൊരു തള്ളയെ നശിപ്പിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇതാ പ്രശ്നം. എൻ്റെ സഹോദരൻ ഏശാവിൻ്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. നേരത്തെ ദൈവം എന്നാ പറഞ്ഞത്? ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ നാം ഭയക്കേണ്ട ആവശ്യം എന്താ? തിമോഥെയോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ? ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, പിന്നെയോ
ശക്തിയുടെ, സ്നേഹത്തിൻ്റെ, സുബോധത്തിൻ്റെ ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. റോമാലേഖനം 8-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, പിന്നെയോ നിങ്ങൾക്ക് അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ അത്രേ നിങ്ങളുടെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്നത്. അതേ പ്രിയ, എന്നെ കേൾക്കുന്ന പ്രിയരെ, നാം ധൈര്യപ്പെട്ട് ദൈവസന്നിധിയിലായിരിക്കണം. പ്രാർത്ഥിക്കണം, ദൈവത്തോട് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം. പക്ഷേ സമ്മർദ്ദങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളൊക്കെ മുമ്പിൽ വരുമ്പോൾ ഭയപ്പെടുവാൻ ഇടയായിത്തീരരുത്. ആമേൻ. 12-ാം വാക്യം, നീയോ ഞാൻ നിന്നോട് നന്മ ചെയ്യും, നിന്റെ സന്തതിയെ പെരുപ്പം കൊണ്ട് എണ്ണിക്കൂടാത്ത കടൽക്കരയിലെ മണൽ പോലെയാക്കുമെന്ന് അരുളി ചെയ്തുവല്ലോ. എന്നാൽ പിന്നീട് സംഭവിച്ച കാര്യമാണ് യാക്കോബിന്റെ ജീവിതത്തിൽ തികച്ചും വഴിത്തിരിവായിട്ട് മാറിയത്. ആമേൻ. 22-ാമത്തെ വാക്യം, രാത്രി അവൻ എഴുന്നേറ്റ് തന്റെ 2 ഭാര്യമാരെയും 2 ദാസിമാരെയും 11 പുത്രന്മാരെയും കൂട്ടി യബ്ബോക്ക് കടവ് കടന്നു. അങ്ങനെ അവരെ കൂട്ടി ആറ്റിനക്കരെ കടത്തി തനിക്കുള്ളതൊക്കെ അക്കരെ കടത്ത ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. അപ്പോൾ ഒരു പുരുഷൻ ഉഷസ്സാകുമ്പോൾ അവനോട് മല്ല് പിടിച്ചു. അവന് ജയിക്കില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവൻ്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അവനോട് മല്ല് പിടിക്കയിൽ യാക്കോബിൻ്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി. എന്നെ വിടുക, ഉഷസ്സുദിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു. നിന്റെ പേരെന്ത് എന്ന് അവനോട് ചോദിച്ചതിന് യാക്കോബ് എന്ന് അവൻ പറഞ്ഞു. തന്നോട് മല്ല് പിടിച്ച ആ മനുഷ്യൻ പറയുകയാണ്, നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേരിനി യാക്കോബ് എന്നല്ല, ഇസ്രയേൽ എന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്ന ഈ സംഭവമാണ് യാക്കോബിന് ഇസ്രയേൽ എന്ന പേര് വരുവാൻ കാരണമായത്. ഈ സംഭവങ്ങളിലൂടെ എല്ലാം നമുക്ക് യാക്കോബിൻ്റെ വിശ്വാസത്തിൻ്റെ വ്യത്യസ്ത തലങ്ങൾ, ആ വ്യത്യസ്ത തലങ്ങളിൽ അവൻ എങ്ങനെയൊക്കെ പ്രതികരിച്ചു, അവിടെയെല്ലാം ആ അവസ്ഥകളിലൂടെയൊക്കെ അവൻ കടന്നു പോയപ്പോൾ പലതിനെ അവൻ സധൈര്യം നേരിടാനായിട്ടൊക്കെ ആഗ്രഹിച്ചുവെങ്കിലും അവനെ കൊണ്ട് കഴിയാതിരുന്നപ്പോൾ ദൈവം അവൻ്റെ വിശ്വാസത്തെ എങ്ങനെ കണ്ടു എന്നൊക്കെ നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കും. ഒരു വ്യക്തിയുടെ വിശ്വാസത്തിൻ്റെ വിവിധ തലങ്ങൾ എന്തൊക്കെയാണ്? വ്യത്യസ്തമായ തലങ്ങളിൽ എങ്ങനെയൊക്കെയാണ് ആ വ്യക്തി പ്രതികരിക്കേണ്ടത്? നമ്മുടെ വിശ്വാസയാത്രയിലെ ഇന്നോളമുള്ള പ്രതികരണങ്ങളെ നാം ഒന്ന് വിലയിരുത്തിയാൽ, നോക്കിയാൽ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതായിരുന്നു അവയൊക്കെ? ഇന്നോളമുള്ള നമ്മുടെ പ്രതികരണങ്ങൾ നാം വിലയിരുത്താറുണ്ടോ പ്രിയരെ? കുറെ കൂടെ ശരിയായി അത് ചെയ്യാമായിരുന്നു എന്ന തോന്നൽ നമുക്കുണ്ടായിട്ടില്ലേ? കുറെ കൂടെ ധൈര്യപൂർവ്വമോടെ നിൽക്കാമായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ലേ? കുറെ കൂടെ സമചിത്തതയോടെ ആ കാര്യത്തെ നേരിടാമായിരുന്നു എന്ന് ചിന്തിച്ചിട്ടില്ലേ? അങ്ങനെയൊക്കെ ആയിരുന്നുവെങ്കിൽ ദൈവത്തിന് കുറച്ചുകൂടി സന്തോഷമുണ്ടാകുമായിരുന്നില്ലേ? അതേ പ്രിയരെ, ദൈവഹിതം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി നാം പ്രതികരിക്കുന്ന പക്ഷം ദൈവം തീർച്ചയായിട്ടും നമ്മിൽ പ്രസാദിക്കും. തീർച്ചയായിട്ടും അതങ്ങനെ തന്നെയാണ്. ദൈവഹിതം നന്നായി അറിഞ്ഞ് ദൈവത്തിന് ഇഷ്ടം തോന്നുന്ന കാര്യങ്ങൾ നാം ചെയ്യുന്നുവെങ്കിൽ, അവിടുന്ന് പ്രസാദിക്കുന്ന വിഷയങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് ആ രീതിയിൽ പരിശോധിച്ച് മുമ്പോട്ട് പോയാൽ നമുക്കൊരിക്കലും ദുഃഖിക്കേണ്ടി വരികയില്ല. അങ്ങനെ ദൈവഹിതം ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു വിജയകരമായ ജീവിതത്തിന് വേണ്ടി നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഇന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ നമ്മെല്ലാവരെയും ദൈവം സഹായിക്കുമാറാകട്ടെ. കണ്ണുകളടക്കം പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, പിന്നെയും ഞങ്ങൾക്ക് അല്പസമയം അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ സഹായിച്ചല്ലോ. വചനത്തിൽ നിന്നും ചില കാര്യങ്ങൾ ഞങ്ങളോട് അവിടുന്ന് ഇടപെട്ടല്ലോ കർത്താവേ. അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ച, ഗ്രഹിപ്പിച്ച, ഞങ്ങളോട് ഇടപെട്ട വിധങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. കടന്നു വന്ന് എല്ലാവരെയും ഏൽപ്പിക്കുന്നു. അടിയന് അവിടുന്ന് തന്ന അധികാരത്തിൽ നിന്നുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളോട് ഇരിക്കുന്നുണ്ട്. സ്തോത്രം, മാനവത്വം ഞങ്ങൾ കേൾക്കി തരുന്നു. യേശുവിൻ ധന്യനാമത്തിൽ യാചിക്കുന്നു. ദയോടെ കേൾക്കണം സ്വർഗീയ പിതാവ്. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ഈ വചനങ്ങളാൽ ബലപ്പെടുത്തുമാറാകട്ടെ. ആമേൻ. വീണ്ടും കാണുമ്പോഴേയും ദൈവം തൻ്റെ കൃപയെ നിങ്ങളെല്ലാവരും സൂക്ഷിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ആൾ.